ദിയമണിയെ അവർ വിളിക്കുന്നുണ്ട് കേട്ടാ എന്നാട്ടാ ഞാനിപ്പോൾ വന്നിട്ട് അവരോട് പറഞ്ഞത് ദിയ എൻ്റെ അനിയത്തിയാണ്. അവരുടെ സിസേറിയൻ്റെ ഡേ ആയിരുന്നു ഇന്ന്. ട്രിപ്ലറ്റ്സ് ആണ്. അപ്പം ആ മൂന്നുണ്ണോളെ കാണാനുള്ള സന്തോഷമുണ്ട്. പിന്നെ ചെറിയൊരു പേടിയായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും പോണത്. നമ്മുടെ എല്ലാ ബന്ധുക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. വേണ്ടപ്പെട്ട ഒരുപാട് പേര് അന്നത്തെ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ തിയേറ്ററിലേക്ക് കയറ്റി. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് ആഗ്രഹിച്ച ഹാപ്പി ന്യൂസ് എത്തി. 3 ബോയ്സ് ആണെന്ന് സിസ്റ്റർ നമ്മളോട് പറഞ്ഞു കേട്ടാ. ബേബി ഇവൻ സെക്കൻഡ് ബേബി ബോയ് ബേബി. പിന്നെ ഇയാൾക്കും ഡീറ്റെയിൽ ഇയാളുടെ പേരെന്താ പിന്നെ കാണിച്ചു തരാം ഒന്നുകൂടി. വേറെ ആരും പിന്നെ കാണിക്കില്ല. ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോഴേ പിന്നെ ബാക്കി എല്ലാവരും കാണിക്കും. എനിക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ശരി. ഇനി ഇവൻ ഡേറ്റ് ഞാൻ പിന്നെ പറയാം കേട്ടോ. ബേബി 30. അവന്റെ അത്ര തന്നെ വെയിറ്റുകൾ ഇവരെല്ലാവരും ഉണ്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ബേബി 3rd ബേബി കേട്ടോ. ഓക്കെ പിന്നെ കുറെ ഇതാക്കിയാലേ ബേബീസിലാണ് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീനിൽ ഇടേണ്ടി വരും. അത് കാരണം കേട്ടോ. എടുത്തോ ബേബിനെ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ബേബി കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 3 ബേബീസിനെയും കണ്ടിട്ട് ഹാപ്പി ആയിട്ടോ. പിന്നെ ഇവരാണ് NICUക്കാണ് ഷിഫ്റ്റ് ആക്കണത്. ഓൾറെഡി പ്രീ ടേംസ് ആയതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചിരുന്നു. അവരാണ് NICUക്ക് തന്നെ മാറ്റേണ്ടി വരും എന്നുള്ളത്. കുറച്ച് ഡേയ്സിൽ എന്തായാലും മാറ്റണം എന്നുള്ളത് നമ്മളത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു. പിന്നെ അവരുടെ വെയിറ്റും കാര്യങ്ങളൊന്നും ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി ഓരോരുത്തരിനായിട്ട് സിസ്റ്റർ വെയിറ്റ് നോക്കി. അപ്പം അതൊക്കെ കാണാൻ നമുക്ക് പറ്റിയിട്ടോ. സിസ്റ്റർ പറയായിരുന്നു ഇവനാണ് ഫസ്റ്റ് ബേബി കേട്ടാ, ഫസ്റ്റ് ഞാനാണ് കേട്ടാ പപ്പയെന്നൊക്കെയാണ് സിസ്റ്റർ പറയുന്നത് കേട്ടാ. പിന്നെ ഉണ്ണിയോൾക്ക് അവർ പ്രീ ടൈം ആയതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ സക്ക് ചെയ്യാനൊക്കെ ഉള്ള ഇതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ട്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ട്യൂബിൽ കൂടി ആയിരുന്നു ആദ്യം അവരെന്നെ ഫീഡ് ചെയ്യിപ്പിച്ച് നോക്കിയത്. പിന്നീട് പാലട യൂസ് ചെയ്തിട്ടാണ് ഫീഡിങ് പോയിരുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബീസിനെ നമുക്ക് കിട്ടി. അതിന് നമ്മൾ ഈശ്വരനോട് നന്ദി പറയുന്നു. അങ്ങനെ അവളെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUലേക്ക് മാറ്റിയാണ്. അങ്ങനെ ഉച്ചയോട് കൂടി സിസേറിയൻ കഴിഞ്ഞിട്ട് ഏകദേശം 4 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ അവളെന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കിയിട്ട് നമ്മൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ആളെന്നെ നമ്മുടെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ. എല്ലാം ദൈവാനുഗ്രഹമാണ്. ആളെ ഹെൽത്തി ആയിട്ട് ഉണ്ണിയോളേനെയും അവളേനെയും ഒക്കെ നമുക്ക് കിട്ടി. പ്രതീക്ഷിച്ച പോലെ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇനി ഒരുപാട് വിശേഷങ്ങൾ അവൾക്ക് പറയാനുണ്ടായിരുന്നു. ICUയിൽ കിടന്നതിൻ്റെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഒക്കെ. അതൊക്കെ ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം കേട്ടോ.